ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ എന്താണ് പുതിയ മുന്നറിയിപ്പ്? അതിശക്തമായ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ, നിലവിൽ അതിശക്തമായ മഴ എവിടേക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ഇന്നും അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. റെഡ് അലർട്ടാണ് 4 ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലമില്ല, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്നു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമുണ്ട്. അടുത്തൊരു 5 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പല ജില്ലകളിലും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ അലർട്ടുകൾ 2 ദിവസം കൂടി ഇതേ രൂപത്തിൽ തന്നെ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് 3 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ അപകട സാധ്യതാ മേഖലയിലുള്ളവരോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റുമുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് കൃത്യമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായി മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് ഇന്ന് കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മെയ് 31-നാണ് കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.